ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ചില്ലി ചിക്കൻ്റെ അതേ ടേസ്റ്റാണ് ഇതിന്. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെയൊക്കെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാനിതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 3/4 കിലോളം ചിക്കൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കിതൊന്ന് എണ്ണയിലിട്ട് ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഇനി എണ്ണ ചൂടാകുമ്പോൾ ചിക്കൻ ഓരോന്നായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് ഒന്ന് വറുത്ത് കൊടുക്കാം. എണ്ണയിലേക്ക് ഇതുപോലെ ഓരോന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. ഇതിൽ കോൺഫ്ലവറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഒക്കെ ഒന്ന് ഒട്ടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ്റെ ഒരു ഭാഗമൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അത് തിരിച്ചിട്ട് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. ചിക്കനൊക്കെ ഒന്ന് മരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് മാറ്റാം. ഇനി നമുക്ക് ഈ ചിക്കനിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് വെളുത്തുള്ളിയുടെ അല്ലി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ചെറുതായി എരിഞ്ഞാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 8-9 വെളുത്തുള്ളിയുടെ അല്ലിയോളം എടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല കനത്തിൽ തന്നെയാണ് സവാള മുറിച്ച് വെച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ സവാള ആഡ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചില്ലി ചിക്കൻ്റെ റെസിപ്പിയിൽ സവാള ചേർക്കുന്നത്. സവാള ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. 1 ക്യാപ്സിക്കം മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ റെഡും യെല്ലോ ഒക്കെ ഉള്ള ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു ലുക്ക് കിട്ടും. ഇനി ഇതൊക്കെ കൂടി ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചെറുതായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള അതേ ചില്ലി ചിക്കൻ കഴിക്കണമെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത്. ടൊമാറ്റോ സോസ് എന്തായാലും ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് സോയാ സോസും. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ വറുത്തെടുക്കുന്ന സമയത്തും സോയാ സോസ് ചേർത്ത് കൊടുത്തിരുന്നു.
ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് സ്പൈസസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നീട് വേണ്ടത് ഇതിലേക്ക് മുളക് പൊടിയാണ്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടി ഒരു 1/2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ട് ഇതൊക്കെ കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഒരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്ത് ചൂടുവെള്ളവുമായി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗളിൽ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ മിക്സ് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് എത്ര ഗ്രേവിയാണോ വേണ്ടത് അതിനനുസരിച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ ഒരുപാട് വെള്ളം ഒഴിച്ച് ഗ്രേവി വല്ല കറി പോലെ ആക്കരുത്. നല്ല കട്ടിയിൽ തന്നെ കോൺഫ്ലവറൊക്കെ ചേർത്ത് കൊടുക്കുകൊണ്ട് ഗ്രേവിക്ക് പൊതുവെ ഒരു തിക്നെസ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഈ ഗ്രേവിയുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ഗ്രേവി കുറച്ചുകൂടി വേണമെങ്കിൽ ഈ സമയത്തും കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഈ ചില്ലി ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നിങ്ങൾ ഇനി ഗീ റൈസിൻ്റെ കൂടെയൊക്കെയാണ് ഉണ്ടാക്കണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് ഗ്രേവി ഒന്ന് നീട്ടുക. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ചില്ലി ചിക്കനാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിലാണോ ഈ ചില്ലി ചിക്കൻ എന്ന് ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നാളെ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.